ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നീൽസ് അക്കാഡമിയിൽ നോക്കുന്നത് സാനിറ്ററി കെമിസ്ട്രി എക്സാമിന്റെ ഒരു ടോപ്പിക്കാണ്. അതിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന 5ാമത്തെ ടോപ്പിക് ആയിട്ടുള്ള കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് കെമിക്കൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? നമ്മൾ +1 +2 മുതൽക്കാണ് ഈ തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫിസിക്സിലും തെർമോഡൈനാമിക്സ് ഉണ്ട്, കെമിസ്ട്രിയിലും ഉണ്ട് തെർമോഡൈനാമിക്സ്. അപ്പൊ എന്താണ് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? എന്താണ് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോഴും അതേപോലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാവുന്ന ഹീറ്റിലും വർക്കിലും വരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് നമുക്ക് കെമിക്കൽ തെർമോഡൈനാമിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. മെയിൻലി നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരുപാട് റൂൾസും ലോസും ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. വർക്ക് ആവട്ടെ ഹീറ്റ് ആവട്ടെ എല്ലാത്തിനും ഓരോരോ റൂൾസും അതേപോലെ ഒരുപാട് ലോസും ഉണ്ട് തെർമോഡൈനാമിക്സിൽ. അപ്പൊ മെയിൻലി തെർമോഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക് ടു ഈച്ച് അതർ ബോത്ത് ഇൻ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്തും അതേപോലെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവുമ്പോഴും അവിടെ ഉണ്ടാവുന്ന വർക്കും ഹീറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഇതിലൊരു 4 ടോപ്പിക്സ് ആണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതലും ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക. പിന്നെ ലോസ് പഠിക്കാനുണ്ട്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും പഠിക്കാനുണ്ട്. അപ്പൊ അതും കൂടെ നോക്കുക. 4 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹീറ്റ് ആണ്, പിന്നെ വർക്ക്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു കെമിക്കൽ തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇപ്പൊ ഹീറ്റ്, എന്താണ് വർക്ക്, എന്താണ് ഇന്റേണൽ എനർജി, എന്താണ് ഇതിന്റെ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, അതിനെ റിലേറ്റ് ചെയ്യുന്ന ലോ എന്താണോ അതും കൂടെ, പിന്നെ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന്റെ അപ്ലിക്കേഷൻസ്. ഇത്രയാണ് നമ്മളൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് ആണ് കൺസെപ്റ്റ് ഓഫ് ഹീറ്റ്. അപ്പൊ എന്താ ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് ഹീറ്റ്? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണ്, അല്ലെ? ഹീറ്റ് എനർജി ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് പ്രൊഡ്യൂസസ് എ സെൻസേഷൻ ഓഫ് ഹോട്ട്നെസ്. അതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മെയിൻലി തെർമോഡൈനാമിക്സ് എന്താണ്, എനർജി റിലേഷൻഷിപ്സ് ആണ് കൂടുതലും റിലേറ്റ് ചെയ്യുന്നത്. അത് എക്സ്പെരിമെന്റൽ ആവട്ടെ തിയറിറ്റിക്കൽ ആവട്ടെ, അതാണ് നമുക്ക് തെർമോഡൈനാമിക്സിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. മെക്കാനിക്കൽ എനർജിയും അതർ ഫോംസ് ഓഫ് എനർജി എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഹീറ്റ് എനർജിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഭാഗത്തില്. അപ്പൊ ഇതിലെ മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ തന്നെ നമുക്ക് ആദ്യം നോക്കാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, 3 കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് കണ്ടക്ഷൻ, എന്താണ് കൺവെക്ഷൻ, എന്താണ് റേഡിയേഷൻ, ഈ 3 നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു. അതിന് നമുക്ക് പല രീതിയിൽ മാറ്റാനായിട്ട് പറ്റും. ഇപ്പൊ ഹീറ്റ് എനർജിനെ നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് അവിടെ. വർക്കും എനർജിയും ഒക്കെ റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഹീറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് എനർജി ആണ്. ആ ഹീറ്റിന് നമുക്ക് ഏതെല്ലാം രീതിയിൽ മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഈ ഹീറ്റ് എനർജീനെ എന്തൊക്കെ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പൊ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹീറ്റിന് എന്തിന്റെ ഫോമുല ട്രാൻസ്ഫർ, എന്തെന്ന് എന്തിലേക്കാണ്, ഹോട്ടർ പാർട്ട് ഓഫ് ദ ബോഡി ടു കൂളർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ. പാർട്ടിക്കിൾസ് ഒന്നും ചേഞ്ച് ആവുന്നില്ല, പക്ഷെ ഒരു ഹോട്ടർ ആയിട്ടിരിക്കുന്ന ബോഡിയിൽ നിന്നും കോൾഡർ പാർട്ടിലേക്ക് ഉള്ള ആ ഒരു ഹീറ്റിന്റെ ട്രാൻസ്ഫർ, അതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ ഒരു ചൂടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുമായിട്ട് മാച്ച് ആയിട്ട് വരും. അതാണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കൺവെക്ഷൻ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഡ്യൂ ടു ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ മീഡിയം ഇസ് കോൾഡ് കൺവെക്ഷൻ. കൺവെക്ഷണൽ കറണ്ട് ഒക്കെ നമുക്കറിയാം, അതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്, ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ മീഡിയം ആണ് അവിടെ സംഭവിക്കുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, ആ ഹീറ്റ് എങ്ങനെയാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ മീഡിയം വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി റേഡിയേഷൻ എന്താണ്? റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്
അതിന്റെ മെറ്റീരിയൽ ഒന്നും അവിടെ ട്രാൻസ്ഫർ ആവുന്നില്ല. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള ആ ഹീറ്റിന്റെ ട്രാൻസ്മിഷനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇത് മൂന്നെണ്ണാണ് മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കണം. അതായത് കുറച്ച് ടേംസ് നമ്മൾ എപ്പോഴും തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് മുതൽ പഠിച്ചിട്ട് പോകണം. കാരണം ഓരോ വേർഡ്സിനും ഓരോ സ്റ്റേറ്റ്മെന്റിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മളൊരു റിലേഷൻ എഴുതിയെന്ന് വിചാരിക്കും, ഒരു ഇക്വേഷൻ. അതിലുള്ള ടേംസ് എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇക്വേഷന് ഉപയോഗമുള്ളൂ, അല്ലെ? അപ്പൊ ആ ഓരോ ടേംസും നമുക്ക് അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടേംസും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഓർത്ത് വെക്കുക. ഇതെല്ലാം ചോദിക്കാവുന്നതാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുക. അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നതിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ളത് ഏത്? അപ്പൊ നമുക്ക് എന്തറിയണം, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ടേംസ് ഓഫ് അല്ലെങ്കിൽ ടെർമിനോളജി ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തെർമോഡൈനാമിക് സിസ്റ്റം ആണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുന്നത് സിസ്റ്റം, സറൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സിസ്റ്റം, സറൗണ്ടിങ്, യൂണിവേഴ്സ്. അപ്പൊ എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഒബ്ജക്റ്റിനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തു. ആ ഒരു ഒബ്ജക്റ്റ് എത്ര സ്ഥലത്താണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഇമാജിനറി ബൗണ്ടറി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ബൗണ്ടറി ഞാൻ വരച്ച് അതിന്റെ ഉള്ളിലാണ് ആ ഒരു സിസ്റ്റത്തിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു ഒബ്ജക്റ്റിനെ അക്കോമഡേറ്റ് ചെയ്തെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റം തന്നെ രണ്ട് രീതിയിലുണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനർജിയും ചേഞ്ച് ചെയ്യാൻ പറ്റും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ചായ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതിന്റെ വേപ്പർ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൽ മാറ്ററും എന്താവുന്നുണ്ട്, ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതേപോലെ എനർജി എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനർജി മാത്രമേ ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. ചായ അടച്ചു വെച്ചൊരു ഇതാലോചിക്കുക, അവിടുന്ന് മാറ്റർ വേപ്പറൈസ് ചെയ്ത് പോകുന്നില്ല, ആ ചൂട് മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഇപ്പൊ സറൗണ്ടിങ് എന്താണ്, ഈ ഒരു സിസ്റ്റം ഇരിക്കുന്നതൊഴികെ അതിന് ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളെയും നമ്മൾ എന്ത് പറയും, സറൗണ്ടിങ് എന്ന് പറയും. അപ്പൊ സിസ്റ്റം സറൗണ്ടിങ്ങും കൂടി ചേരുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഒക്യുപ്പൈ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സറൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അതർ ദാൻ ദ സിസ്റ്റം ആണ്. അപ്പൊ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ആണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ബൗണ്ടറി എന്താണ്, ബൗണ്ടറി ഞാൻ പറഞ്ഞു ഒരു ഇമാജിനറി സർഫസ് ആണ്. ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആക്ച്വൽ ഓർ ഇമാജിനറി സർഫസ് ആണ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്താണ്, മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എടുത്തു എന്ന് വിചാരിക്കുക, ആ ഒരു സിസ്റ്റത്തിന്റെ എന്തെല്ലാം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും, അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം, വോളിയം മെഷർ ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്. എന്താണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറും വോളിയം ടെമ്പറേച്ചറും, അതായത് മെഷറബിൾ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്താന്ന് പറയണം. ആ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ പ്രഷർ ഇത്ര ആയിരിക്കണം, വോളിയം ഇത്ര ആയിരിക്കണം, ടെമ്പറേച്ചർ ഇതായിരിക്കണം എന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സ്റ്റേറ്റ്. എല്ലാ സിസ്റ്റത്തിനും എല്ലാ സ്റ്റേറ്റിലും സ്റ്റേബിളായി ആയിട്ട് അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അതുകൊണ്ട് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഇൻ വിച്ച് സിസ്റ്റം എക്സിസ്റ്റ്, ആ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വേണം. എന്താ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഒന്ന് വായിച്ചു നോക്കി. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്. മനസ്സിലായോ? ഇപ്പൊ ആ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്താന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്. തെർമോഡൈനാമിക് കോർഡിനേറ്റ്സുകൾ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞേ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഈ മൂന്നെണ്ണാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്? ഈ പ്രഷറും വോളിയം ടെമ്പറേച്ചറിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് PV = RT. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്.
ഒരു കോൺസ്റ്റന്റ് വന്നു, ബാക്കി പ്രഷറിനെയും വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് PV is equal to RT എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് അതിന്റെ വോളിയം, പ്രഷർ, എൻട്രോപ്പി ഒക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലോ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. അതായത് മുകളിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ നമുക്ക് വോളിയം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്റൻസീവ് പ്രോപ്പർട്ടിയിലാണെങ്കിൽ നമുക്ക് അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും ഡെൻസിറ്റിയും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും പ്രഷറും ഡെൻസിറ്റിയാണ്. അത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഡെൻസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, പക്ഷേ പ്രഷറും ടെമ്പറേച്ചറും മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഇനി എന്താണ് ഒരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രോസസ് ഇൻ വിച്ച് ചേഞ്ചിങ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്. അതായത് ഇപ്പൊ പ്രഷർ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ടീഷനിൽ പ്രഷർ ഇസ് ഈക്വൽ ടു P1 എന്ന് കൊടുത്തു. ആ ഒരു സിസ്റ്റം കുറെ നേരം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രഷർ എന്തായിട്ട് മാറി? P2 ആയിട്ട് മാറി. അതായത് അവിടെ ഒരു ചേഞ്ച് സംഭവിച്ചു ഇല്ലേ? P1 എന്ന് പറയുന്ന പ്രഷറിൽ നിന്നും അത് P2 ആയിട്ട് മാറി. അപ്പൊ അവിടെ ഒരു പ്രോസസ്സ് സംഭവിച്ചു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിൽ ചേഞ്ച് വരുന്ന ആ ഒരു പ്രോസസ് ആണ് തെർമോഡൈനാമിക് പ്രോസസ്. അത് പ്രഷറിൽ ചേഞ്ച് വരാം, വോളിയത്തിൽ ചേഞ്ച് വരാം, ടെമ്പറേച്ചറിൽ ചേഞ്ച് വരാം, ഈവൻ ഈ മൂന്നെണ്ണത്തിലും ചേഞ്ച് വരാം. ഇനി ഐസോതെർമൽ പ്രോസസ് എന്താണ്? ഇപ്പൊ പ്രോസസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ എന്താണ് ഐസോതെർമൽ പ്രോസസ്? ഐസോ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? സെയിം. ഇപ്പൊ തെർമൽ ടെമ്പറേച്ചർ, ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് ആ ഒരു പ്രോസസ് എങ്കിൽ നമുക്ക് അതിനെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാം. ഇനി അഡിയബാറ്റിക് പ്രോസസ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്? ഈ രണ്ടെണ്ണം എപ്പോഴും നമ്മൾ തെർമോഡൈനാമിക്സിൽ കേൾക്കുന്ന രണ്ട് ടേംസ് ആണ്, അഡിയബാറ്റിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സും. ഇപ്പൊ എന്താണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഇൻ വിച്ച് ദ ഹീറ്റ് നെയ്തർ എൻറ്റേഴ്സ് ദ സിസ്റ്റം നോർ ലീവ്സ് ദ സിസ്റ്റം. അതായത് ഇപ്പൊ നമ്മളൊരു ഫ്ലാസ്കിന്റെ കേസ് എടുക്കുക, അതിൽ നിന്നും ചൂട് പുറത്തേക്കും പോകുന്നില്ല, ചൂട് അകത്തേക്കും വരുന്നില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോകാനും പറ്റില്ല, അതേപോലെ എൻറ്റർ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ്, അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാലോ, ബാർ എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ആ ഒരു പ്രോസസ്സ് മുഴുവൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഐസോബാറിക് പ്രോസസ് എന്ന് പറയും. ഐസോകോറിക് എന്ന് പറഞ്ഞാലോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോളിയം ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, അഡിയബാറ്റിക് 4 പ്രോസസ്സുകൾ പഠിക്കുക. റിവേഴ്സിബിൾ പ്രോസസ് എന്താണ്? ഇപ്പൊ ഒരു സിസ്റ്റം ഈ P1 നിന്നും P2 ആയിട്ട് മാറി. അതൊരു ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇതേപോലെ ഈ P2 നിന്നും P1 വരാൻ സാധിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് റീട്രേസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതിനും കൂടെ പറ്റുന്ന പ്രോസസ് ആണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാലോ ഈ P1 P2 ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും P2 എന്താവാൻ പറ്റില്ല, P1 ആയിട്ട് മാറാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മളിപ്പോ എത്ര ടേംസ് പഠിച്ചു? തെർമോഡൈനാമിക്സ് സിസ്റ്റം എന്താന്ന് പഠിച്ചു, സറൗണ്ടിങ് എന്താന്ന് പഠിച്ചു, ബൗണ്ടറി എന്താന്ന് പഠിച്ചു, പിന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താന്ന് പഠിച്ചു, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പഠിച്ചു, തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് പഠിച്ചു, തെർമോഡൈനാമിക് സ്റ്റേറ്റ് പഠിച്ചു, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി, പിന്നെ തെർമോഡൈനാമിക് പ്രോസസ് എന്താന്ന് പഠിച്ചു. ആ പ്രോസസ്സിൽ തന്നെ ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക്, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, ഇത്രയും പ്രോസസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്ലിക് പ്രോസസ് ആണ്. ഇതിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈക്ലിക് പ്രോസസ്. എന്താ സൈക്കിളിന്റെ പ്രത്യേകത? അതിന്റെ വീലിന്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇനീഷ്യൽ പോയിന്റ് എവിടെയാണോ ആ പോയിന്റിൽ തന്നെ കുറെ നേരം കഴിയുമ്പോൾ അത് എത്തിച്ചേരും. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ P1 ആണ് അവിടുത്തെ പ്രഷർ എങ്കിൽ ആ ഒരു സിസ്റ്റം ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോയി ലാസ്റ്റ് എവിടെ തന്നെ എത്തിച്ചേരും? P1 പ്രഷർ ആയിട്ടുള്ള ആ ഒരു പോയിന്റിൽ തന്നെ എത്തിച്ചേരുന്നതിനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി
ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാലോ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എപ്പോഴും തെർമൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഏതാ പഠിച്ചത്? സിസ്റ്റം എന്താന്ന് പഠിച്ചു. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് പോവാം. തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിന്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഇരിക്കാൻ വേണ്ടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സറൗണ്ടിങ്ങോ? ഇതല്ലാതെ ബാക്കി എല്ലാ യൂണിവേഴ്സലിലുള്ള പാർട്ടും സറൗണ്ടിങ് ആണ്. ഇനി ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഈ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങും തമ്മിൽ തിരിക്കുന്ന ഒരു സർഫസ് എന്ന് നമുക്ക് പറയാം. കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞേ? പ്രഷർ, പിന്നെ വോളിയം, പിന്നെ ടെമ്പറേച്ചർ അല്ലെ? തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്താണ്? ആ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ആണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റോ? ഓക്കെ, PV is equal to RT എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. നമ്മുടെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞെങ്കിൽ that depend only on the mass. ഇന്റൻസീവ് എന്ന് പറഞ്ഞെങ്കിൽ not depend on the mass. പിന്നെ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞെങ്കിൽ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിൽ ചേഞ്ച് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോതെർമൽ ഉണ്ട്. ഐസോതെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഐസോബാറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഐസോകോറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പിന്നെ അഡിയബാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കും വരാൻ പറ്റില്ല, ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാനും പറ്റില്ല. അതിനെയാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ സ്റ്റേറ്റിലേക്ക് തന്നെ അതിനെ റീട്രേസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറ്റുന്നതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ആ cannot be retraced in reverse order, അതിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ സൈക്ലിക് ആണ്. അത് കഴിഞ്ഞ ശേഷം ക്വാസി സ്റ്റാറ്റിക്. സൈക്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് കുറെ സീരീസ് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ എത്തുന്നതിനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ ക്വാസി സ്റ്റാറ്റിക്. ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ഒരു സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ്. എപ്പോഴും തെർമൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പഠിക്കാനുള്ളത്. നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഹീറ്റ് പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു കണ്ടക്ട് ഹീറ്റ് ഇസ് കോൾഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കണ്ടക്ടേഴ്സിന് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് ഹീറ്റ് എനർജീനെയാണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോഴും ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് ഫേസസ് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 1K ആയിരിക്കണം, 1 കെൽവിൻ ആയിരിക്കണം. ഇനി നമുക്ക് ലോസ് ആണ് പഠിക്കാനുള്ളത്. ലോസ് പഠിക്കുമ്പോൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ നോക്കുക. dQ is equal to du plus dW. അതായത് ഇപ്പൊ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ച് ഹീറ്റ് സപ്ലൈ ചെയ്തു. ആ ഹീറ്റിനെ മുഴുവൻ ആര് അബ്സോർബ് ചെയ്തു? നമ്മുടെ ആ ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്തു. ആ അബ്സോർബ് ചെയ്ത ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിൽ ഉണ്ടായ മാറ്റം പ്ലസ് എക്സ്റ്റേണൽ വർക്ക് ചെയ്തത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് ആ ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്ത ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ച് ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. ആ ഹീറ്റ് എനർജി യൂസ് ചെയ്ത് അത് അബ്സോർബ് ചെയ്തു ആ ഒരു സിസ്റ്റം. That is equal to the amount of heat energy absorbed or heat energy provided is equal to sum of internal energy, increase in the internal energy and work done, external work done by the system. അതാണ് ഇതിന്റെ രണ്ടിനെയും കൂടെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പൊ നമ്മള് ഹീറ്റ് എനർജിക്ക് എന്ത് കൊടുത്തു? Q എന്നുള്ള ലെറ്റർ വെച്ച് കൊടുത്തു. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് U ആണ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് W ആണ്. അപ്പൊ dQ is equal to du plus dW. മനസ്സിലായോ? dQ is equal to dW plus du. ഇത്
ഓർത്ത് വെക്കുക. DQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് ഗിവൺ ടു ദ സിസ്റ്റം ഓർ ഹീറ്റ് അബ്സോർബഡ് ബൈ ദി സിസ്റ്റം ആണ്. DU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ദ ഇന്റേണൽ എനർജി. DW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ എനർജി ഡൺ ബൈ ദ സിസ്റ്റം. എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. അതിൽ Q എന്താണ്, U എന്താണ്, W എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പൊ പല രീതിയിൽ തരാം. DQ is equal to DU plus DW എന്ന് തരാം, അല്ലെങ്കിൽ DQ is equal to DU minus DW എന്ന് തരാം, അല്ലെങ്കിൽ DU is equal to DQ plus DW എന്ന് തരാം. അതൊന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉള്ളത്? ആപ്ലിക്കേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോകോറിക് പ്രോസസ്. ഇനി എന്താണ് ഐസോതെർമൽ പ്രോസസ്? ഒരാൾ പറഞ്ഞേ. ഐസോതെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ശരിയാണ്. ഇനി അടുത്തത് അഡിയബാറ്റിക് പ്രോസസ് എന്താണ്? അതായത് ഹീറ്റ് എനർജീനെ നമുക്ക് ഉള്ളിലോട്ട് എൻറ്റർ ചെയ്യാനോ അതേപോലെ പുറത്തേക്ക് റിലീസ് ചെയ്യാനോ പറ്റില്ല. അങ്ങനത്തെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പറഞ്ഞേ. ഐസോബാറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർ എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രഷർ. അപ്പൊ ഐസോബാറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി ഐസോകോറിക് എന്താണ്? ഇത്രയും നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു, അതേപോലെ പ്രഷറും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പറയാനുള്ള കോർഡിനേറ്റ് ഏതാണ്? വോളിയം ആണ്. അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഉള്ളതിനെയാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇവിടെ ഡെഫിനിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ മുകളിൽ ആ ഒരു ടേബിളിൽ കൊടുത്ത കാരണം താഴത്തെ ഡെഫിനിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് അത് നമുക്ക് നോക്കാം. ഇത് ഓരോന്നിന്റെ ഇക്വേഷൻസും ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് തന്നെ വെക്കുക. കാരണം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തെർമോഡൈനാമിക്സിൽ എപ്പോഴും ഇക്വേഷൻസ് ആണ് ചോദിക്കുക. വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് when it expands from volume V1 to V2 isothermally at temperature T1. എന്തായിരിക്കും വർക്ക് ഡൺ? അറ്റ് ടെമ്പറേച്ചർ T1 ആണ്. ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നോ? ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഇനി വോളിയത്തിന് എന്താ ചേഞ്ച് വന്നത്? V1 നിന്നും V2 ആയിട്ട് മാറി. അപ്പൊ അവിടെ നടന്ന വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ W is equal to RT log to the base E V2 divided by V1 ആണ് അല്ലേ? ഫോർ 1 mole of ഗ്യാസ് ആണ്. W is equal to, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതാണ് W is equal to RT log to the base E V2 divided by V1. ആ V2 by V1 നമുക്ക് എന്താക്കി മാറ്റാം? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് P1 V1 is equal to P2 V2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ എന്താ ശരിക്കും പറയണത്? P1 ഉം P2 ആയിട്ട് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനെ ഓൾസോ W is equal to RT log to the base C P2 divided by P1 എന്ന് കൊടുക്കാം. ഇൻ എന്താണോ തന്നിരിക്കുന്നത്, വോളിയത്തിന്റെ ചേഞ്ച് ആണെങ്കിൽ V2 by V1 എന്ന് കൊടുക്കാം. പ്രഷറിലെ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ P2 by P1 എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്താണ് ഇക്വേഷൻ? W വർക്ക് ഡൺ is equal to W is equal to RT log R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ ആണ്, ലോഗ് V2 divided by V1 or W is equal to RT log P2 by V1. ഈ ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മെൽറ്റിങ്ങും ബോയിലിംഗും ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സിൽ? Work done by an ideal gas in an adiabatic process is given by W is equal to R into, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, T2 minus T1 ആണ് കേട്ടോ. T2 minus T1 R gamma minus 1 ആണ്. W is equal to R into T2 minus T1 into gamma minus 1 ആണ്. അവിടെ ഗാമ എന്ന് പറയുന്നത് CP by CV ആണ്. എന്താണ് CP by CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? CP by CV. CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും, CV എന്ന് പറഞ്ഞെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ്
വോളിയം ആണ്. അതൊന്നോ ആലോചിച്ച് നോക്കുക. അതിനാണ് ഗാമ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള വർക്ക് ഡൺ. അഡിയാബാറ്റിക് പ്രോസസ്സിൽ എപ്പോഴും ടെമ്പറേച്ചർ രണ്ടും രണ്ടന്നെ ആയിരിക്കും. T1 T2 ആർ ദ ടെമ്പറേച്ചേഴ്സ് ഇൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ഗ്യാസ്. എക്സാമ്പിൾ ഫോർ അഡിയാബാറ്റിക് പ്രോസസ് ഏതാണ്? പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്, ബേർസ്റ്റിംഗ് ഓഫ് ആൻ ഓട്ടോമൊബൈൽ ട്യൂബ് ഇൻഫ്ലേറ്റഡ് വിത്ത് എയറും ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏതാണ് നമുക്ക് വർക്ക് ഡൺ ഇൻ ആൻ ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ചേഞ്ച് വരുന്നത് ഏതിനാണ്? പ്രഷറിനാണോ? പ്രഷർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ W is equal to P into V2 minus V1. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഓഫ് വാട്ടർ ഓർ എനി ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെച്ചിട്ട് നമ്മൾ വെള്ളമോ ഏതെങ്കിലും ലിക്വിഡോ തിളപ്പിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രോസസ്സ് ഐസോബാറിക് ആണ്. W is equal to P into V2 minus V1. ഇനി ഐസോകോറിക് പ്രോസസ്സിലുള്ളതോ വർക്ക് ഡൺ എന്ന് പറയുന്നത് W is equal to 0 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഐസോകോറിക് പ്രോസസ്സിൽ മാത്രമാണ് W is equal to 0 എന്നുള്ള ആ ഒരു കേസ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും ഇക്വേഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇത് വർക്ക് ഡണ്ണിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഹീറ്റ് എനർജി ആഡ് ചെയ്യാണോ റിമൂവ് ചെയ്യാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. അല്ലെങ്കിൽ ഹീറ്റ് എനർജിയിലുള്ള ചേഞ്ച് ആണ് നമുക്ക് നോക്കേണ്ടത്. ഐസോതെർമൽ പ്രോസസ്സിനെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ Q is equal to nRT log V2 by V1 ആണ്. nRT log V2 by V1 ആണ്. അഡിയാബാറ്റിക് പ്രോസസ്സിനോ അവിടെ ഏതെങ്കിലും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുക റിലീസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അവിടെയുള്ള ഹീറ്റ് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഐസോബാറിക് പ്രോസസ്സിനാണെങ്കിലോ Q is equal to NCP into delta T. CP എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി ഫോർ ഐസോകോറിക് പ്രോസസ്സിനാണെങ്കിലോ Q is equal to NCV into delta T. CV എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ലോന്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് പറയുന്നില്ല? ഡയറക്ഷൻ ഇൻ വിച്ച് ചേഞ്ച് ക്യാൻ പ്രൊസീഡ്. ഏത് ഡയറക്ഷനിൽ അതിന്റെ ചേഞ്ച് ഉണ്ടാവും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ലോയ്ക്ക് പറ്റുന്നില്ല. അതേപോലെ തന്നെ ഏതുവരെ അത് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറയാനും ഫസ്റ്റ് ലോയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത് രണ്ടെണ്ണമാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹീറ്റ് എന്താന്ന് പറഞ്ഞു, വർക്ക് എന്താന്ന് പറഞ്ഞു, ഇന്റേണൽ എനർജിയും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ് ലോ ആണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉള്ളത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇത് മിക്ക PSC എക്സാമുകളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക എക്സാംസിലും കേരള PSC എക്സാംസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. അത് രണ്ടെണ്ണം തരാം. എന്നിട്ട് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ തരാം. ഫസ്റ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് ബൈ കൂളിംഗ് എ ബോഡി ടു എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ കൂളസ്റ്റ് ഓഫ് ഇറ്റ് സറൗണ്ടിങ്. ഇപ്പൊ നമ്മള് ഒരു ടെമ്പറേച്ചറിൽ ഇപ്പൊ ഒരു 39-40 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിട്ടുള്ള 35 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചു എന്ന് വിചാരിക്കുക, 27 വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് 27 ഡിഗ്രി സെൽഷ്യസ് വരെ കൂളാവും. അതിനുശേഷം നമുക്ക് എത്ര വർക്ക് കൊടുത്താലും ആ ഒരു ടെമ്പറേച്ചറിനെ കൂൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. അതാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് ബൈ കൂളിംഗ് എ ബോഡി ടു എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്സ്. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയണത്. ഇനി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയണത്? ലോവർ ടെമ്പറേച്ചറുള്ള ഒരു ബോഡിയിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലുള്ള ബോഡിയിലേക്ക് ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് ഡൂയിങ് എനി എക്സ്റ്റേണൽ വർക്ക് ഓൺ ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കാതെ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹീറ്റർ ബോഡിയിൽ നിന്നും കൂളർ ബോഡിയിൽ ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലേക്കുള്ള ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഇമ്പോസിബിൾ ആണ്. എവിടം വരെ? നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കുന്ന വരെ. എക്സ്റ്റേണൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി പോസിബിൾ. ഇതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ആണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ. എന്താണ് ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ ആണ്. അവിടെ ഹീറ്റ് എനർജീനെ എന്താക്കിയിട്ടാ മാറ്റുന്നത്? മെക്കാനിക്കൽ എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്, അല്ലേ? ദാറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി.
പിന്നെ ഹീറ്റ് എഞ്ചിന് മൊത്തത്തിൽ 3 പാർട്സ് ആണ് ഉള്ളത്. ഒരു ഹോട്ട് ബോഡി ഉണ്ടാവും, അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും, അതാണ് നമ്മളെ കോൾഡ് ബോഡി, അതിന് നമ്മൾ സിങ്ക് എന്ന് പറയും. ഇനി വർക്കിംഗ് സബ്സ്റ്റൻസ് ഇസ് ടേക്കൺ ത്രൂ എ സൈക്ലിക് പ്രോസസ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് ദ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും സോഴ്സിൽ നിന്ന്, അതായത് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ആൻഡ് പെർഫോം സം വർക്ക്. എന്നിട്ട് എന്ത് ചെയ്യും? ദെൻ റിജക്ട് ദ ഹീറ്റ് ടു ദ സിങ്ക് അറ്റ് ലോവർ ടെമ്പറേച്ചർ. അപ്പൊ സിങ്കും സോഴ്സും ആണ് മെയിൻ ആയിട്ട് ഒരു ഹീറ്റ് എഞ്ചിനിൽ ഉള്ളത്. സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, സിങ്കില് ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് വർക്ക് ഡൺ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതിന് ആ ലോവർ ടെമ്പറേച്ചർ ആ ഒരു ഹീറ്റ് എനർജീനെ സിങ്കിലേക്ക് റിജക്ട് ചെയ്യും. അതാണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനർജി കൺവേർഷൻ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്കുള്ളത് എൻതാൽപ്പി ആണ്. എന്താണ് എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ എന്താണ് എൻതാൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? മെഷർ ഓഫ് ടോട്ടൽ എനർജി പ്രസന്റ് ഇൻ ദ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയാം. മെഷർ ഓഫ് ടോട്ടൽ എനർജി പ്രസന്റ് ഇൻ ദ തെർമോഡൈനാമിക് സിസ്റ്റം. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. മെഷർ ഓഫ് ടോട്ടൽ ഹീറ്റ് പ്രസന്റ് ഇൻ ദ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? H is equal to U plus PV. H എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി ആണ്. U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം. അപ്പൊ ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയത്തിന്റെയും ഇന്റേണൽ എനർജിയുടെയും കൂടെ സമ്മിനെയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എൻതാൽപ്പി, U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്, P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം. ഇതിന് നമ്മൾ എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ് ഓർ എർഗിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹാസ് ദ ഡയമെൻഷൻ ഓഫ് എനർജി തന്നെയാണ് എൻതാൽപ്പിക്ക് ഉള്ളത്. ഇനി എൻതാൽപ്പിനെ അഫക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനിൽ എൻതാൽപ്പിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്ട്സ്, അലോട്രോപിക് ഫോം ഓഫ് എലമെന്റ്സ്, പ്രഷർ ആൻഡ് വോളിയം. ഇതൊക്കെയാണ് എൻതാൽപ്പിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. U പ്ലസ് PV എന്നാണ്. അപ്പൊ പ്രഷർ, വോളിയം ഒക്കെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, അവിടെ തന്നെ നമുക്ക് 3 ഫാക്ടേഴ്സ് കിട്ടി. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്ട്സ്, അതേപോലെ അലോട്രോപിക് ഫോം ഓഫ് എലമെന്റ്സ്. ഇത് ഇത്രയാണ് എൻതാൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി നമുക്കുള്ളത് എൻട്രോപ്പി ആണ്. എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? തെർമൽ എനർജി per unit temperature that is not available for doing useful work is called entropy. അതായത് എൻട്രോപ്പിനെ നമുക്ക് എന്ത് പറയാം? measure of a system's thermal energy per unit temperature that is unavailable for doing useful work. അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ അത് റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് തെർമൽ എനർജി പെർ യൂണിറ്റ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക്. വർക്കിനൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത തെർമൽ എനർജി പെർ യൂണിറ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൾഡ് എൻട്രോപ്പി. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എൻട്രോപ്പിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എൻട്രോപ്പി എന്ന് പറയുന്നത് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസ് ഇൻ ഓൾ നാച്ചുറൽ പ്രോസസ്. ഓരോ നാച്ചുറൽ പ്രോസസ്സ് നടക്കുന്ന സമയത്തും യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്. എൻട്രോപ്പി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. എൻട്രോപ്പി ഈസ് നോട്ട് കൺസേർവ്ഡ്. എൻട്രോപ്പിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അത് കൂടുതലായിട്ടും നാച്ചുറൽ പ്രോസസ് ആണ്, റിവേഴ്സിബിൾ ആണ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ളത് ഗിബ്സ് ഫ്രീ എനർജി ആണ്. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞെങ്കിൽ ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? G is equal to H minus Ts or delta G is equal to delta H minus T delta S at constant temperature and pressure ആണ് ഇവിടെ കണ്ടീഷൻ. ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ എപ്പോഴും ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആണ്.
നമ്മൾ ചെറിയൊരു സെന്റൻസ് ആണെങ്കിൽ കൂടെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ ഗിബ്സ് ഫ്രീ എനർജീന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ്, പോസിറ്റീവ്, സീറോ, നൺ ഓഫ് ദി എബവ് എന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഡെൽറ്റ ജി എപ്പോഴും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ നെഗറ്റീവ് ആയിരിക്കും. യൂസ് ഓഫ് ഗിബ്സ് എനർജി ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓൺലി. അപ്പൊ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് എന്തിനേയും കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ടേം ആണ്. എൻട്രോപ്പി, എൻതാൽപ്പി ഒക്കെ വരുന്ന ഒരു ടേം ആണ്. അപ്പൊ ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്, അതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ പഠിച്ചു വെക്കണം. കാരണം തെർമോഡൈനാമിക്സിൽ മെയിൻലി ഇക്വേഷൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ ഇക്വേഷൻസും ഓരോ ടേംസും നോക്കി വെക്കുക. പിന്നെ അതിന്റെ യൂണിറ്റുകൾ നോക്കി വെക്കുക. കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞു സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതൊരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു.